ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ധീസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മുറുക്കിന്റെ റെസിപ്പിയാണ്. ജന്മാഷ്ടമിക്ക് നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുറുക്ക് റെസിപ്പിയാണിത്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി ഇതുപോലെ വെള്ളത്തിൽ ഒരു 2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമെല്ലാം കളഞ്ഞ് അതിൽ എക്സ്ട്രാ വെള്ളമെല്ലാം വാർന്ന് കിട്ടാനായിട്ട് ഒരു കോട്ടൺ തുണിയിലേക്ക് വിരിച്ചു വയ്ക്കാം. കോട്ടൺ തുണിയിലേക്ക് എക്സ്ട്രാ വെള്ളമെല്ലാം വാർന്നു കിട്ടാനായിട്ട് ഒരു മണിക്കൂർ വരെ നമുക്കിതുപോലെ തന്നെ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം അതിലെ വെള്ളമെല്ലാം വാർന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുള്ളത് അരി. ഇപ്പോൾ ഇനി നമുക്കിതിനെ നന്നായിട്ട് പൗഡറായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നൈസായിട്ടുള്ള പൗഡറായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്, തരിയൊന്നും പാടില്ല. അപ്പം നല്ല നൈസായിട്ട് പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ തരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയാനായിട്ട് നമുക്കിതിനൊന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അതിൽ തരിയൊന്നും ഇല്ലാതെ നൈസ് പൗഡർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുറുക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല എളുപ്പത്തിൽ കിട്ടുള്ളൂ. അപ്പം നല്ല നൈസ് പൗഡറാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചെറിയൊരു ഗ്ലാസ് വെച്ചിട്ടാണ് ഈ പൗഡർ ഒന്ന് അളന്നെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചെറിയ ഗ്ലാസ്സിന് 8 ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ മുറുക്കിനായിട്ട് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ 8 ഗ്ലാസ് അരിപ്പൊടിക്ക് 1 ഗ്ലാസ് ഉഴുന്നുപൊടിയാണ് കണക്ക്. അപ്പോൾ ഇതൊന്ന് 8 ഗ്ലാസ് ആയിട്ട് നമുക്ക് അളന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം മാറ്റി വെച്ചിട്ടുണ്ട്. 8 ഗ്ലാസ് അരിപ്പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് ഉഴുന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. നല്ല പൗഡറാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെയും ഒന്ന് തരിയൊന്നും ഇല്ലാതെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ 1/4 കപ്പ് ഉഴുന്ന് പൊടി പൊടിച്ച് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടി, ഉഴുന്ന് പൊടി, എള്ള് ഒരു ടീസ്പൂൺ എള്ള് എടുത്തിട്ടുണ്ട്. കറുത്ത എള്ളാണ്. 1 ടീസ്പൂൺ ജീരകം. പിന്നെ ഞാൻ ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് വെള്ളത്തിന് പകരം തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഉഴുന്ന് പൊടിയും നമ്മൾ നേരത്തെ അരിപ്പൊടി അളന്ന അതേ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് ഉഴുന്ന് പൊടിയും കൂടിയിട്ട് അളന്നെടുക്കുകയാണ്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ അരിപ്പൊടി അളന്നതും ഇതേ കണക്കിൽ തന്നെയാണ്. 8 ഗ്ലാസ് അരിപ്പൊടിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് പൊടിയാണ് അളന്നെടുത്തിട്ടുള്ളത്. രണ്ടും നല്ലപോലെ അരിച്ച് നൈസായിട്ടുള്ള പൗഡറായിട്ടാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉഴുന്ന് പൊടിയും അരിപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ജീരകം, കറുത്ത എള്ള്, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടിയിലേക്ക് നല്ലപോലെ ഒന്ന് യോജിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അൺസോൾട്ടഡ് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സോൾട്ടഡ് ബട്ടറാണെന്ന് വെച്ചാൽ ഉപ്പ് ചേർക്കുമ്പോൾ അതിനനുസരിച്ച് ചേർത്തിയാൽ മതി. അപ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് യോജിച്ച് കൊടുക്കുക. അപ്പോൾ ബട്ടർ ഇല്ലയെന്ന് വെച്ചാൽ അതിന് പകരം നെയ്യോ അല്ലെങ്കിൽ എണ്ണ നല്ല ചൂടാക്കിയിട്ടുള്ള എണ്ണയും കൂടിയിട്ട് ചേർത്തി കൊടുക്കുക. ഇനി അതിലേക്ക് വെള്ളത്തിന് പകരം ഞാൻ ഇതിലേക്ക് നാളികേരപ്പാലാണ് എടുത്തിട്ടുള്ളത്. നാളികേരപ്പാൽ പറയുമ്പോൾ ഒരു അരമുറി നാളികേരത്തിന്റെ പാലാണ്. അപ്പോൾ ഇത് കുറച്ചായിട്ട് ഒഴിച്ച് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നാളികേരപ്പാൽ യൂസ് ചെയ്ത് ഇത് കുഴയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ മുറുക്കിന്. വെള്ളം ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷെ നാളികേരപ്പാൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഫ്ലേവർ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നാളികേരപ്പാൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഇടിയപ്പം മേക്കർ വെച്ചിട്ടാണ് ഞാൻ മുറുക്ക് ചുറ്റുന്നത്. അതിലേക്ക് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മാവ് ഇതിലേക്ക് വെച്ച് സാധാരണ നൂൽപുട്ടൊക്കെ പിഴിയുന്നത് പോലെ പിഴിഞ്ഞെടുക്കാം. ഒരു കോട്ടൺ തുണിയിലേക്കാണ് ഞാൻ ഇതിപ്പോൾ പിഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പ്ലേറ്റിലാണെന്ന് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ മുറുക്കായിട്ടാണ് കേട്ടോ പിഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസിലാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് സൈസിൻ്റെ വ്യത്യാസം വരുത്താം. ഞാനിപ്പോൾ ചെറിയ ചെറിയ മുറുക്കാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ കുറച്ച് മുറുക്ക് പിഴിഞ്ഞതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം അതിനെ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ മുറുക്കൊക്കെ പതുക്കെ ഒന്ന് ഒരു ചട്ടുകം വെച്ച് എടുത്തിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കൈ വെച്ച് എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം, ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനൊരു ചട്ടുകം ഉപയോഗിച്ചാണ് തുണിയിൽ നിന്ന് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഫ്രൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് ബ്രൗൺ ആയി പോവും, ഉള്ളിലൊന്നും വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുറുക്ക് വെന്ത് വരുമ്പോൾ ബബിൾസ് ഒക്കെ ഒന്ന് കുറഞ്ഞു കുറഞ്ഞ് വരും. അപ്പോൾ ആ ഒരു അളവ് നോക്കിയിട്ട് നമുക്ക് ഇതൊന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ മുറുക്കെല്ലാം നല്ലപോലെ ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് നമുക്ക് ഈ മുറുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്ക് വെള്ളം ഉപയോഗിച്ചും ഈ മിക്സ് ഒന്ന് കുഴച്ചെടുക്കാം. പക്ഷെ നാളികേരപ്പാൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. സിദ്ധിസ് ഫുഡ് ബുക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്